ഹലോ ഡിയേഴ്സ്, നമ്മൾ ഫെസിനൈൻ വേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പദ്യം എന്നുള്ളതാണ്. മീൻസ് ഇതൊരു വേഴ്സ് ഡ്രാമയ്ക്ക് എക്സാമ്പിളാണ്. ഡ്രാമ ഇൻ വേഴ്സ്, നമ്മൾ ഈ കഥാപ്രസംഗം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ പിന്നെ അതിൽ പദ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡ്രിങ്കിങ് സോങ് ആണ്. ഇത് ശരിക്ക് കുടിച്ച് കൂത്താടിക്കൊണ്ടുള്ളൊരു സോങ്ങാണ്. ഇതിൽ ഒബ്സീനായിട്ടുള്ള വൾഗറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് എലമെൻറ്റ്സ് ഇതിൽ വരും. സോ ഇതിൽ നോട്ട് ചെയ്തേക്കുക. ഫസ്റ്റ് തന്നെ ഇതൊരു ഡ്രിങ്കിങ് സോങ് ആണ്. ഓക്കെ, ഒരു ഡ്രിങ്കിങ് സോങ് ആണ്. റോമൻ ഡ്രാമയിൽ വരുന്ന ഒരു എലമെൻ്റ് ആയിരുന്നു ഇത്. മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട്, മുഖംമൂടിയൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അന്ന് കോമൺ ആയിട്ടുണ്ടായിരുന്നത്. ആക്ടേഴ്സും എല്ലാവരും റോമൻ കോമഡിയിലൊക്കെ അതിൽ വരുന്നൊരു ഫെസിനൈൻ വേഴ്സാണ് ഇത്. ഹാർവസ്റ്റുകളിൽ, അതായത് കൊയ്ത്തുത്സവങ്ങളിൽ, അതുപോലെ തന്നെ വെഡ്ഡിങ്ങുകളിൽ, ഓക്കെ, മാരേജുകളിൽ, അതുപോലെ തന്നെ റസ്റ്റിക് ഫെസ്റ്റിവൽ, RUSTIC, ഗ്രാമത്തിലെ ഉത്സവങ്ങളിൽ, ആഘോഷങ്ങളിലൊക്കെ ഇത് കോമൺ ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടാണ്. ഓക്കെ, സെക്ഷൽ അണ്ടർടൂണോട് കൂടി, റിബൾഡറിയോട് കൂടി, ഓക്കെ, മോശം എന്നുള്ള അർത്ഥം, ഒബ്സീൻ, റിബൾഡറി, RIBALDRY, ഇതോട് കൂടിയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. ഇതിൽ ഹ്യൂമറസ് എലമെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള അനക്ഡോട്ട്സ് ഉപയോഗിക്കും. ചില കെട്ടുകഥകളൊക്കെ കൂട്ടിക്കൊണ്ട് അവർ പാടിപ്പറയും വിത്ത് സെക്ഷൽ അണ്ടർടൂൺ ഓർ ഒബ്സീൻ ലാംഗ്വേജ്, OBSCENE. പിന്നീട് ഇത് വിലക്കപ്പെട്ടു കാലങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇത് മിക്കവാറും പറഞ്ഞിരുന്നത് സറ്റുർനൈൻ മീറ്ററിലായിരുന്നു. SATURNINE. സറ്റുർനൈൻ മീറ്റർ എന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ ഒരു പോയറ്റിക് ഫോമായിരുന്നു ഇത്. അന്ന് അവരുടെ പോയംസ്, ഇപ്പം നമ്മൾ അയാംബിക് പെൻഡാമീറ്റർ ഒക്കെ പറയുന്നത് പോലെ അന്നത്തെ ഒരു അയാംബിക് മീറ്ററിനൊക്കെ ഒരു അവരുടെ ഒരു ഫോമായിരുന്നു, അവരുടെ ഒരു പോയറ്റിക് ഫോമായിരുന്നു. ഇത്ര സിലബിൾസ് സ്ട്രെസ് ചെയ്യണം, ഇത് കനം കുറച്ച് ഉച്ചരിക്കണം, അങ്ങനെ അവരുടെ ഗീതങ്ങൾ അവർ ഓർഗനൈസ് ചെയ്തിരുന്ന ആ ഒരു ചട്ടക്കൂടിൻ്റെ പേരാണ് ഇവരുടെ സറ്റുർനൈൻ മീറ്റർ. ഓക്കെ, നമ്മൾ അയാംബിക് മീറ്റർ ഒക്കെ പറയുന്നത് പോലെ ഇന്ന വേർഡ്സ് സ്ട്രെസ് കൊടുക്കണം, അങ്ങനെ. SATURNINE. ഓക്കെ, ഇത് എട്രൂസ്കാൻ സിറ്റിയിലാണ് ഫോം ചെയ്തത്. എട്രൂസ്കാൻ സിറ്റി എന്ന് പറഞ്ഞാൽ റോമിലൊരു സിറ്റി ആയിരുന്നു. ETRUSCAN. ഓക്കെ, അവിടെയാണ് ഇത് ഫോം ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ലൂസ് ആൻഡ് വെരി ഫ്ലെക്സിബിൾ സ്റ്റൈലാണ്. ഓക്കെ, ആർക്കും കയറി പെർഫോം ചെയ്യാവുന്ന, അതായത് പെർഫെക്റ്റ് ആക്ടേഴ്സ് ആവണമെന്നില്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് സിംഗേഴ്സ് ആവണമെന്നില്ല, ആർക്കും കയറി പെർഫോം ചെയ്യാവുന്ന ഒരു സോങ് ആയിരുന്നു. ഓക്കെ, കുടിച്ചുകൊണ്ടുള്ള ഡ്രിങ്കിങ് സോങ് ആയിരുന്നു. മെയിനായിട്ട് ഇതിൻ്റെ തീംസ് വന്നിരുന്നത്, അല്ലെങ്കിൽ ഇത് എന്തിനെ ആസ്പദമാക്കിയിട്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ലവിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പൊളിറ്റിക്സിനെ പറ്റിയിട്ടായിരിക്കും, അതുമല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എവറിഡേ ലൈഫിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ തീംസാണ്, നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് ഉപയോഗിച്ചിരുന്ന രണ്ട് പ്രധാന പോയറ്റുകളുടെ പേരാണ് കാറ്റുലസ്, ഒന്ന് CATULUS, അതുപോലെ തന്നെ മാർഷ്യൽ, MARTIAL. ഓക്കെ, എക്സാമിനൊക്കെ നമ്മൾ വ്യക്തികളുടെ പേര് എഴുതുമ്പോൾ, അതുപോലെ തന്നെ പ്ലേസുകളുടെ പേര് എഴുതുമ്പോൾ, അതുപോലെ ഫസ്റ്റ് ലെറ്റർ പലപ്പോഴും നമ്മൾ വിടുന്നതാണ്. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും ക്യാപിറ്റലിൽ എഴുതുക. അശ്രദ്ധയോടുകൂടി നമ്മൾ വിടുന്ന ഒരു കാര്യമാണ്. സോ വ്യക്തികളുടെ പേര് കാറ്റുലസ് ആൻഡ് മാർഷ്യൽ. അതുപോലെ തന്നെ ഇത് വെസ്റ്റേൺ ലിറ്ററേച്ചറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഈ ഒരു റോമൻ വേഴ്സ് ഫോം, ഫെസിനൈൻ വേഴ്സ് ഫോം. ഇതൊരു നേറ്റീവ് ജോക്കുലാർ ഡാൻസും കൂടിയാണ്. ഓക്കെ, ഡാൻസ് ആൻഡ് സിംഗിങ് കോമ്പിനേഷനാണ്. നേറ്റീവ് ഇറ്റാലിയൻ ജോക്കുലാർ ഡാൻസ്. ജോക്ക് എന്നുള്ള മീനിങ് ആണ് ഇവിടെ, പക്ഷേ സ്പെല്ലിങ് JOCULAR. റിലീജിയസ് ഫെസ്റ്റിവലിൽ വെച്ച് ഇത് പാടാറുണ്ടായിരുന്നു, ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അവർ അന്ന് ഒരു നയമായിട്ട് പറഞ്ഞിരുന്നത്, അവർ ന്യായമായിട്ട് പറഞ്ഞിരുന്നത്
ടു അവോയ്ഡ് ഈവിൾ ഐ എന്നുള്ളതാണ്. ഓക്കെ, ടു അവോയ്ഡ് ഈവിൾ ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണ് വെക്കുക, കണ്ണ് പറ്റുക. ഓക്കെ, അപ്പോൾ അവിടെ കണ്ണ് പറ്റാതിരിക്കാൻ അവിടുത്തെ ആളുകൾക്കും അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് കണ്ണ് പറ്റാതിരിക്കാനാണ് നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ഈ ജോക്കുകൾ പറയുന്നത്. പക്ഷേ ജോക്കുകൾ കുറച്ച് ട്രസ്പാസ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ അതിക്രമിച്ചു പോകുന്നു, ഓവറായിട്ടുള്ള ജോക്കുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു ന്യായം എന്ന് പറഞ്ഞത് അവർ ഇത് ടു അവോയ്ഡ് ഈവിൾ ഐ എന്നുള്ളതാണ് അവരുടെ എയിം. ഓക്കെ, ടു അവോയ്ഡ് AVERT പിന്നെ ഈവിൾ ഐ EVIL സ്പേസ് EYE. ഓക്കെ, കണ്ണ് പറ്റുക എന്നുള്ള ഒബ്സീൻ ലാംഗ്വേജിലായിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ വിക്ടറി പരേഡുകളിൽ ചില യുദ്ധങ്ങളൊക്കെ ജയിച്ച അല്ലെങ്കിൽ ഭയങ്കര ആഘോഷങ്ങളിൽ ഇതൊക്കെ പതിവായിരുന്നു, ഫ്രീ ആയിരുന്നു, ഫ്ലെക്സിബിൾ സ്റ്റൈലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത് കൺവെൻഷണൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് സാധാരണയുള്ള ഫൂള്, വിഡ്ഢികളുണ്ടാവും, അതുപോലെ തന്നെ ഓൾഡ് മാൻ, വൃദ്ധന്മാരുണ്ടാവും, അതുപോലെ ടോക്കർ, എപ്പോഴും ടോക്കറ്റീവ് ആയിട്ടുള്ള വാതുവരത് സംസാരിക്കുന്ന, അതുപോലെ തന്നെ ലയർ LIAR കള്ളം പറയുന്ന ആൾ. ഓക്കെ, അതുപോലെ ക്ലവർ മാൻ, ബോസ്റ്റർ BOASTER, അതുപോലെ തന്നെ പാപ്പസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് PAPPUS, അതുപോലെ തന്നെ മാക്കസ് എന്ന് പറയുന്ന അന്ന് റോമനിൽ ഉപയോഗിച്ചിരുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു MACCUS. അതുപോലെ തന്നെ ഫൂള് നമ്മൾ പറഞ്ഞു. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ അതിൽ പതിവായിരുന്നു. ഓക്കെ, ഇത് 8th സെഞ്ച്വറി, 8ാമത്തെ സെഞ്ച്വറി, ഓക്കെ 8th സെഞ്ച്വറി BCEയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ഷോർട്ട് ആൻഡ് വിറ്റി ആയിട്ടുള്ള എലമെൻസ് ആണ്, പക്ഷേ ഓവറായിട്ടുള്ള ടൂണുകൾ, ഒബ്സീൻ ടൂണുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പിന്നീട് ഇത് പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സ്റ്റേജ് പെർഫോമൻസ് ഒന്നുമല്ല, അവരിങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റേജുകൾ കെട്ടിയോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, പ്രീ പ്ലാനിങ് ഇല്ലാതെയും അവരങ്ങനെ അവതരിപ്പിക്കുമായിരുന്നു. അതുപോലെ ഈ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല, ആർക്കും ആക്ടേഴ്സ് ആകാമായിരുന്നു, ഫെസിനിയൻ വോയിസ് ചൊല്ലാമായിരുന്നു. ജോക്ക്, അതുപോലെ തന്നെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള റിമാർക്കുകൾ, സർക്കാസ്റ്റിക് മീൻസ് പരിഹാസ രൂപേണയുള്ള പല കാര്യങ്ങൾ അവർ കൺട്രി ഫോക്സ് അല്ലേ, പരസ്പരം ഗ്രാമത്തിലുള്ള ആളുകൾ പരസ്പരം ഈ സർക്കാസ്റ്റിക് റിമാർക്കുകൾ നടത്തുമായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബേർലെസ്ക് കോമഡി, BURLESQUE. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് ഓഫ് ഫെസിനൈൻ വേഴ്സ്. എക്സാമിന് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്.